വെൽക്കം ടു അവർ ചാനൽ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓർക്കിഡിനെ പറ്റിയുള്ള ഇതായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അതിനകത്ത് തന്നെ ഇന്ന് ഫിനലോപ്സിസിനെ പറ്റിയാണ് പറയാൻ വന്നിരിക്കുന്നത്. അതിനെ എങ്ങനെ കുഴിച്ച് വെക്കണമെന്നും അതിന് എന്തൊക്കെ വളം കൊടുക്കാമെന്നും അതിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഓർക്കിഡിൻ്റെ പ്രൊപ്പഗേഷനും എന്തൊക്കെ വളം കൊടുക്കുന്നു എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ റെയിനി സീസണിൽ എങ്ങനെ ഓർക്കിഡിനെ സംരക്ഷിക്കാമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊണ്ട് അതിന് ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ അത് കണ്ടവർ ചോദിച്ചിരുന്നു ഫെനലോപ്സിസിനെ പറ്റി ഒന്ന് ചെയ്യാമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫെനലോപ്സിസിനെ പറ്റി ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. എന്ന് പറയുമ്പം അതിന് സ്വതവേ നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സ്ഥലമാണ് കൂടുതലിഷ്ടം. അതായത് ഹ്യൂമിഡിറ്റി എന്ന് പറയുമ്പോൾ ഒരു 50 മുതൽ 80% വരെയും ഹ്യൂമിഡിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഈ ഫെനലോപ്സിസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് ഡെൻഡ്രോബിയത്തിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടെ ഇതിനൊരു കെയർ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോയാൽ അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഈ ചെടി കാണുന്നുണ്ടോ? ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചെടിയാണ്, കണ്ടോ? അപ്പം ഈ ചെടിയെന്ന് ഇതിൽ ഉണ്ടായിരുന്ന ചെടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് നീണ്ടിങ്ങനെ വന്ന് ഇത്രയും വലുതായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടന്ന കാരണം ഞാൻ അതിൻ്റെ ഇവിടുന്ന് വെച്ച്, അതായത് 2 ഇലയും കുറച്ച് റൂട്ടും അവിടെ വെച്ചിട്ട് ബാക്കി ഇത് മാറ്റി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്. ഇപ്പം മാറ്റി ഷിഫ്റ്റ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഒരു ഏകദേശം 1 മാസത്തോളമായി. അപ്പം അതിൽ തന്നെ പൂവുണ്ടായിരുന്ന തണ്ടുകളുണ്ടായിരുന്നു. ആ തണ്ടുകൾ ഞാൻ മുറിച്ച് മാറ്റിയില്ല. അതുകൊണ്ട് അത് പിന്നെയും നീണ്ടു വന്നിട്ട് അതിനകത്തേക്ക് പൂ വരുന്നുണ്ടോ? ഇതാണ് ഫെനലോപ്സിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പൂ വിരിഞ്ഞ തണ്ടിൽ നിന്ന് തന്നെ പിന്നെയും ആ ഒരു സീസൺ ആകുമ്പോഴത്തേക്കിനും അല്ലെ അതിൻ്റെ വളവും ഇതൊക്കെ കൊണ്ട് അതിന് നല്ല പൂക്കൾ പിന്നെയും വിരിയും. അതുപോലെ തന്നെ ഈ പൂ വിരിഞ്ഞ തണ്ടിൽ നിന്ന് തന്നെ പുതിയ ചെടികളും ഉണ്ടായി വരും. ഫെനലോപ്സിസിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പം ആ ചെടി ഇത് കണ്ടോ, കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അതിന് പുതിയ ഇതൊക്കെ ഷൂട്ടൊക്കെ വരുന്നുണ്ടോ? പിന്നെ ഇങ്ങനെ കുഴിച്ച് വെച്ച ഒരു ആൾ സംശയം ചോദിച്ചിരുന്നു, ഫെനലോപ്സിസ് ചെടി കൊണ്ടൊന്ന് കുഴിച്ച് വെച്ചു, അതിൻ്റെ പുറകിൽ നിന്ന് മുതലെല്ലാം മഞ്ഞച്ച് പോകുകയെന്ന്. അതുകൊണ്ടൊന്നും പേടിക്കണ്ട. നിങ്ങൾ കാണുന്നുണ്ടോ? ഈ പുതിയ ഇല നല്ല ഷൈനിങ്ങുമായിട്ട് നല്ല കരുത്തോടെ നിൽക്കുന്നു. അപ്പോൾ ഈ പുറകിലത്തെ ഇല എന്ന് പറയുന്നത് അതിൻ്റെ പ്രായമായ ഇലയാണ്. അത് പൊക്കോട്ടെ, അത് സാരമില്ല. അതിന് കേടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതുപോലെ പൂവോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ പുതിയ ഷൂട്ടുകളോ നല്ല ഇലകളോ ഒന്നും വരികയില്ല. അതുകൊണ്ട് ആ ഇല വിട്ട് കളഞ്ഞേക്കാം, അതിനെപ്പറ്റി വിഷമിക്കണ്ട കേട്ടോ. പിന്നെ അതുപോലെ ഒരു മുറിച്ച് കളഞ്ഞതല്ല, മുറിച്ചെടുത്തു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിനകത്തുനിന്ന് മുറിച്ച് കുഴിച്ച് വെച്ചതാണ്. ബാക്കി ഭാഗം നിൽക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് പുതിയ ചെടികളുണ്ടാകും. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണും. ഇതുണ്ടോ, പുതിയൊരു ചെടി വരുന്നുണ്ടോ? കാണുന്നുണ്ടോ? പുതിയൊരു ചെടി വരുന്നുണ്ടോ? മുമ്പേ പറഞ്ഞല്ലോ, പൂ വന്ന തണ്ട് നമ്മൾ പിന്നെ കട്ട് ചെയ്യാതെ നിർത്തുകയാണെങ്കിൽ അതിൽ പുതിയ പൂവും വരും, അതുപോലെ തന്നെ പുതിയ ചെടിയും വരുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അതിന് ഉദാഹരണമാണ് ഇങ്ങനെ ചെടി വരുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളിതുപോലെ നിന്ന് വേര് നന്നായിട്ട് വളർന്നു കഴിയുമ്പം അതിനെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വേറൊരു പോട്ടിലേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഓർക്കിഡായിട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊന്നും ഞാൻ മുറിച്ച് കളഞ്ഞില്ല തണ്ട്. അതിൽ പുതിയ മുട്ട് വരുന്നുണ്ടോ? ഇച്ചിരി കരുത്ത് കുറവാണെന്നേ ഉള്ളൂ ഈ പുതിയ മുട്ടിന്. ഇത് കണ്ടോ, പുതിയ മുട്ടുകൾ വരുന്നുണ്ടോ? ഇതൊക്കെ പൂത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇതിനാണ് പറയുന്നത് ഏരിയൽ റൂട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പിന്നെ നടുമ്പം പ്രത്യേകം തുടക്കക്കാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വേരുകളെല്ലാം വേര് മുകളിലോട്ടാണല്ലോ എന്ന് ഓർത്ത് എല്ലാം പ്രസ് ചെയ്ത് താഴേക്കാക്കി വെക്കരുത്. ഇത് അങ്ങനെ തന്നെ നിന്നോട്ടെ, അത് കുഴപ്പമില്ല. ഇപ്പം നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഓർക്കിഡ് കണ്ടു. ഇതുണ്ടോ, ഇതിൻ്റെ ചുവട്ടിൽ കണ്ടോ വേറൊരു തൈയും കൂടെ വന്നുണ്ടോ, ബേബി പ്ലാന്റ് കണ്ടോ? അത് നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് വേറെ പുതിയൊരു പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ചെടിയായി. അങ്ങനെ നമുക്ക് ഈ ഫെനലോപ്സിസിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഡെൻഡ്രോബിയം പ്രൊപ്പഗേറ്റ് ചെയ്തത് ഞാൻ കാണിച്ചിരുന്നു. അതുപോലെ ഈ ഫെനലോപ്സിസിന് തണ്ടുകളില്ല. നമുക്ക് നോക്കിയാൽ കാണാം, വേരുകൾ കഴിഞ്ഞ് നേരെ ഇലകൾ വന്നിരിക്കുകയാണ്, തണ്ടില്ല. വേര് പിന്നെ ഇലകളാണ് അതിന്. അപ്പം തണ്ടുകളൊന്നും മുറിച്ച് നമുക്ക് കുഴിച്ചിടാൻ പറ്റില്ല. ഇതിൻ്റെ വേരിൽ നിന്ന് നമുക്ക് പുതിയ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അത് ഞാൻ കാണിച്ചു തരാം, വേര് വെച്ച് എങ്ങനെയാണ് പുതിയ ചെടി ഉണ്ടാക്കുന്നതെന്ന്. ഈ ചെടിയും അതുപോലെ തന്നെ പിന്നെ ഇവിടുന്ന് വേറെ ചെടി വന്നു, അത് ഞാൻ മുറിച്ച് വേറെ കുഴിച്ച് വെച്ചതാണ്. അത് കഴിഞ്ഞ് ബാക്കി നിൽക്കുന്ന ഇതാണ്. അതിൻ്റെയും ഫ്ലവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യാറില്ല.
കുറേ സമയം നമ്മൾ നോക്കും, പുതിയ പൂ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും. എന്നിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ആ ഫ്ലവർ വന്ന് തീർന്ന ഇതാണ്, തണ്ടാണ് നിൽക്കുന്നത്. ഇപ്പം അത് തന്നെ കണ്ടോ, പുതിയ ബഡൊക്കെ അല്ല, പുതിയ ബഡ് വന്ന് പൂവായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ടോ. ഇതാണ് ഫെനലോപ്സിസിൻ്റെ പ്രത്യേകത. പിന്നെ ഇതുപോലത്തെയുള്ള ചെറിയ ചെറിയ പൂക്കളുണ്ടാകുന്ന ഫെനലോപ്സിസിന് ഒരുപാട് ഒത്തിരി പൂക്കും, ഒത്തിരി പ്രാവശ്യം പൂക്കും വർഷത്തിൽ. പക്ഷേ പൂവ് അധികം ലാസ്റ്റ് ചെയ്യില്ല. അതുകൊണ്ട് എനിക്ക് ഈ ചെടിയിൽ ഒരു 6 മാസം 7 മാസം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തന്നെ വെറൈറ്റി കുറേ എണ്ണം, ഇതിൻ്റെ തന്നെ തൈകൾ ഇതുപോലെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കുറച്ച് എണ്ണം കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ടോ. കുറേ എണ്ണം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ തന്നെ എടുത്തു വെച്ച് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. അപ്പം നമുക്കും അത് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. കുറച്ച് വെള്ളം കിട്ടാതെ ഡീഹൈഡ്രേറ്റ് ആയിപ്പോയി അതിൻ്റെ വേരുകൾ. നമുക്ക് പറിച്ച് കാണിച്ചു തരാം. കണ്ടോ, വെള്ളം കിട്ടാതെ ഇരുന്ന് പോയി. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ 2-3 ദിവസമായിട്ട് നനച്ച്, കുറച്ച് ദിവസം ഒരാഴ്ചയായി ഇപ്പം നനയ്ക്കാൻ തുടങ്ങിയിട്ട്. ഇത് കാണാതെ ഇടയ്ക്ക് ഇരുന്ന് വരുമ്പോഴും ഇങ്ങനെയൊക്കെ സംഭവിക്കാറുള്ളത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുതിയ വേര് വന്നു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഉണങ്ങിയ വേരുകളെല്ലാം കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഉണങ്ങിയ വേരുകളെല്ലാം കട്ട് ചെയ്യും. ഇതുപോലെ നമ്മൾ, ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ആഴ്ചയിലൊന്ന് വെള്ളം കൊടുത്താൽ മതിയെന്ന് ചിലർ പറയും ഫെനലോപ്സിസിന്. പക്ഷേ അതുകൊണ്ട് ദോഷം വരുന്ന ഇതാണ്, എപ്പോഴെങ്കിലും നമ്മളൊന്ന് മറന്നു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഡീഹൈഡ്രേഷൻ വന്ന് വേരുകളെല്ലാം ചത്തുപോകും. അതിനകത്ത് ഫെനലോപ്സിസിന് വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള തണ്ടോ അതൊന്നും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ആദ്യമേ തന്നെ. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, ഇങ്ങനെ വെള്ളം ഒഴിക്കരുതെന്ന് മുമ്പേ പറഞ്ഞല്ലോ, മുകളിൽ നിന്ന് വെള്ളം ഒരു കാരണവശാലും നമ്മൾ ഒഴിക്കാൻ പാടില്ല. ഇപ്പം ചെടി ഇങ്ങനെ മുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ, ഇങ്ങനെ ഹോസ് വെച്ച് ഇങ്ങനെ നനച്ചു കൊടുക്കും. അപ്പം ചെടിയുടെ ഇലയിലോ കൂമ്പലോ അധികം വെള്ളം വീഴാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടി ചീഞ്ഞു പോയാൽ, വേറെ ആരെങ്കിലുമൊക്കെ ഒഴിക്കുമ്പം അത് അറിയത്തില്ലാത്തവർ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൂമ്പിലേക്ക് വെള്ളം വീഴും. ഇതിലേക്ക് വെള്ളം വീണ് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണൽ പോലെയാണ് ഫെനലോപ്സിസിൻ്റെ മുകൾ ഭാഗം ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെള്ളം തങ്ങിക്കിടന്നു കഴിഞ്ഞാൽ അവിടുന്ന് അത് വെള്ളം കിടന്ന് ചീഞ്ഞു പോകും. പുതിയ ഇത് വരുന്ന മുകളം വരുന്ന, അതായത് അതിന് പറയുന്നത് പിന്നെ ഡീക്കയിലെ ക്രൗൺ റോട്ട് എന്ന് പറയും. അപ്പോൾ അതുണ്ടാകാതിരിക്കാം വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കഴിയുമ്പം നമ്മൾ ക്ഷമയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യോ അല്ലെങ്കിൽ ഇയർ ബഡോ എന്തെങ്കിലും ഇങ്ങനെ ഇട്ട് അതിൻ്റെ ആ വെള്ളം ഒപ്പിക്കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംഭവം വരികയില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ചെരിച്ച് വെക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വെള്ളം അതിനകത്ത് തങ്ങിക്കിടക്കുകയില്ല, അതങ്ങ് ഒഴുകിപ്പോക്കോളും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാന്ന് വെച്ചാൽ, ചിലർ പറയും ആഴ്ചയിലൊന്ന് വെള്ളം ഒഴിച്ചാൽ മതിയെന്ന്. പക്ഷേ അതിനേക്കാളും എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് റെഗുലറായിട്ട് എല്ലാ ദിവസവും കുറേശ്ശെ വെള്ളം കൊടുക്കുക, കൂടുതലാകാതിരിക്കുക, കുറേശ്ശെ വെള്ളം കൊടുക്കുക. അന്നേരം അതിൻ്റെ കുറച്ച് കൊടുക്കുന്ന അതിൻ്റെ അധികം വേരുകൾ ചീഞ്ഞു പോകാതെ ഇരിക്കും. അതുപോലെ തന്നെ പിന്നെ ആഴ്ചയിലൊന്ന് കൊടുത്തിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ ഇരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, വെയിലടിക്കുന്നതായുള്ള സ്ഥലത്ത് നിങ്ങൾ ഫെനലോപ്സിസ് കഴിയുന്നതും വെക്കാതിരിക്കുക. സൂര്യപ്രകാശം വേണം, അത്യാവശ്യമാണ് സൂര്യപ്രകാശം. പിന്നെ ഇത് കണ്ടോ, ഇതിന് പിന്നെ നാച്ചുറലായിട്ട് തന്നെ മരത്തേലാണ് ഈ ഓർക്കിഡുകളൊക്കെ കിളുത്ത് വരുന്നത്. അപ്പം നാച്ചുറലായിട്ട് തന്നെ അതുങ്ങൾ ചെരിഞ്ഞ് കുമ്പിട്ടാണ് നിൽക്കുന്നതും പൂവിടുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം തങ്ങി നിൽക്കുകയോ ഒന്നുമില്ല. മഴക്കാലത്ത് എത്ര മഴ പെയ്താലും, മരത്തിൽ നിൽക്കുന്ന ചെടി ആരെങ്കിലും ഷെയ്ഡിലോട്ട് മാറ്റാനോ വല്ലതും പോകുന്നുണ്ടോ? എത്ര മഴ കൊണ്ടാലും അതിൻ്റെ കൂമ്പ് ചീയലോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ വരികയില്ല. അപ്പം നമ്മൾ ഫെനലോപ്സിസ് ചെടി നടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്നാ വെച്ചാൽ, ഒരു ചെരിച്ച് ഇങ്ങനെ നടുകയാണെങ്കിൽ, ഇതെനിക്ക് അനുഭവം വന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഈ ചെടിക്കകത്ത് ഫെനലോപ്സിസ് നട്ടു, ഇത് വളരെ വെയിറ്റ് കൂടിയതുകൊണ്ട് അത് കുമ്പിട്ട് ഇങ്ങനെ പോയിരുന്നു. അപ്പം ഒരു കാരണവശാലും അത് ചീഞ്ഞും പോകുകയില്ല, ഒരു കേടും അതിന് വന്നിട്ടുമില്ല. അപ്പം ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുന്ന പോലെ നടുകയാണ് നമുക്ക് ഏറ്റവും. അതുകൊണ്ട് ഇത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഈ ചെടി ഉണ്ടോ, അത് താഴേക്കാണ് കുമ്പിട്ട് നിൽക്കുന്നത്. അപ്പം നമ്മൾ നല്ലപോലെ നനച്ചു കൊടുക്കാം. ഇലയുടെ പുറകിൽ കൂടെയും എല്ലാം നനച്ചു കൊടുത്താലും കൂമ്പ് ചെയ്യുന്ന ആ രോഗം നമുക്ക് ഈ ഫെനലോപ്സിസിന് ഉണ്ടാകുകയില്ല. പിന്നെ നമ്മൾ ഒരു ഫെനലോപ്സിസ് ഓർക്കിഡോ, ഫെനലോപ്സിസ് എന്നല്ല ഏത് ഓർക്കിഡ് മേടിക്കാൻ പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് അതിൻ്റെ വേര് എങ്ങനെയുണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള വേരാണോ എന്ന് ആദ്യമേ നോക്കണം. അതുപോലെ തന്നെ കൂമ്പ് ചീയുന്ന വല്ലതും ഉണ്ടോ, അവസ്ഥയുണ്ടോ, പുതിയ കൂമ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂമ്പ് ചെയ്യലില്ലല്ലോ.
അപ്പം അങ്ങനെയൊക്കെ നോക്കണം. ഇലയിൽ മഞ്ഞ നിറമുണ്ടോ, പിന്നെ പുള്ളി ആയിട്ടുള്ള രോഗങ്ങളുണ്ടോ. പുള്ളിയായിട്ടുള്ള രോഗങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഇല എടുക്കുമ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കേടുകളൊക്കെയുള്ള ഇലകളുണ്ടെങ്കിൽ മേടിക്കുക. ഇതിപ്പോൾ ഏറ്റവും പുറകിലുള്ള പഴയ ഇലയാണ്, അത് അല്ല ഉദാഹരണം കാണിച്ചാൽ ഇങ്ങനെ മഞ്ഞ കളറോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള പുള്ളികളോ ഒക്കെയുള്ള ഇലകളുള്ള ചെടിയാണെങ്കിൽ നമ്മൾ മേടിക്കരുത്. എന്നാന്ന് വെച്ചാൽ അത് എല്ലാ ഇലയിലേക്കും അതൊരു ഫംഗസ് രോഗമാണ്, അതെല്ലാ ഇലകളിലേക്കും വന്ന് ചെടി നശിച്ചു പോകാനിടയുണ്ട്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും മേടിക്കുമ്പം പൂവ് വിരിഞ്ഞ് കുഞ്ഞ് തൈ മേടിക്കുകയാണെങ്കിൽ നമുക്ക് പൂ കാണാൻ പറ്റുമല്ല. പൂവുള്ള ഇത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൂ കണ്ടിട്ട് മുഴുവൻ പഞ്ചും പൂത്തത് മേടിക്കാതിരിക്കാൻ നോക്കുക. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓർക്കിഡിൻ്റെ പൂക്കൾ പിന്നെ പൂത്ത് മുഴുവനും അങ്ങേ അറ്റം വരെ പൂവിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് കുറച്ച് സമയം എടുക്കും. അപ്പം നമ്മൾ മുഴുവൻ പൂത്ത പൂ മേടിക്കുകയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ ആ പൂവിൻ്റെ കാലാവധി ഏകദേശം തീരാറായതാണല്ലോ. അപ്പം നമുക്കത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ പൂവെല്ലാം അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പൂവൊന്നും ഇല്ലാതിരിക്കും. അപ്പം നമുക്ക് സങ്കടമാകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ പൂവിൻ്റെ കളർ മനസ്സിലാക്കാൻ വേണ്ടി നല്ല പൂവുള്ളത് നോക്കി മേടിക്കുക. എന്നിട്ട് ഇതുപോലെ നിറയെ ബഡ് അത് നിൽക്കണം. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാലും എപ്പോഴും അത് കുറേ നാളത്തേക്കിന് ആ പൂ നിൽക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചിരുന്നു, ഞാൻ മേടിച്ചു കൊണ്ടുവന്നപ്പോൾ നല്ല പൂവുണ്ടായിരുന്നു നിറയെ, അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂവെല്ലാം തീർന്നു, പിന്നെ ഇത് പൂക്കുന്നില്ല എന്ന്. ഫെനലോപ്സിസ് എന്ന് പറയുന്നത് പിന്നെ വർഷത്തിൽ 1-2 പ്രാവശ്യം പൂക്കുന്ന ചെടിയാണ്. ചില ചെടികൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ ചെടിയൊക്കെയാണെങ്കിൽ വർഷത്തിൽ കുറേ പ്രാവശ്യം പൂക്കുന്ന ചെടിയാണ്. പിന്നെ ചില ചെടികൾ വർഷത്തിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ പൂക്കുകയുള്ളൂ. അപ്പം അന്നേരം ഈ പൂ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പൂ വരാൻ ഒത്തിരി താമസം എടുക്കും. അതുകൊണ്ട് പൂ ഇല്ലല്ലോ എന്ന് ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇലയ്ക്കുള്ള മഞ്ഞളിപ്പിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിന് ഫംഗസിൻ്റെ ഉള്ള മരുന്ന് ഇൻഡോഫിൽ തളിച്ചു കൊടുക്കുക. ഇപ്പം പറയാൻ പോകുന്നത് ഫെർട്ടിലൈസറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പം ഫെനലോപ്സിസിന് ഞാൻ ഇവിടെ കൊടുക്കുന്ന ഗ്രീൻ കെയറിൻ്റെ ഗ്രോത്തിനുള്ളതും ഗ്രീൻ കെയറിൻ്റെ തന്നെ ഫ്ലവറിങ്ങിനുള്ളതുമാണ് കൊടുക്കുന്നത്. ഗ്രോത്തിനുള്ളത് NPK റേഷ്യോ 30-10-10 എന്നുള്ളതാണ്. അതായത് നൈട്രജൻ കൂടുതലുള്ളതാണ് നമ്മൾ പിന്നെ ഗ്രോത്തിനുള്ള വളം കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലാണ് കലക്കി കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം കൊടുക്കുമ്പോൾ 3/4 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പതുക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഗ്രാജുവലായിട്ട് അത് 1 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള അളവിൽ എത്തിച്ചേർക്കും. അതുപോലെ തന്നെ മച്ചുറായ പ്ലാന്റുകൾക്കെല്ലാം ഫ്ലവറിങ്ങും കൊടുക്കണം. അപ്പോൾ അതും ഇതുപോലെ തന്നെ ആദ്യം 3/4 ടീസ്പൂൺ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്ത് ഗ്രാജുവലായിട്ട് അത് കൂട്ടിക്കൊണ്ടുവരിക. അപ്പം അതിനകത്ത് പൊട്ടാസ്യം കൂടുതലുള്ളതാണ്. അപ്പോൾ അത് ഫ്ലവറിങ്ങിനെ നല്ലപോലെ സഹായിക്കും. അതാണ് ഞാനിവിടെ കൊടുക്കുന്ന വളം. ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഫംഗിസൈഡിനെ പറ്റി പറയാം. ഏറ്റവും നല്ലതായിട്ട് എനിക്ക് കണ്ടിരിക്കുന്നത് സാഫും അതുപോലെ തന്നെ ഇൻഡോഫിലുമാണ് നല്ലതായിട്ട് ഞാൻ ഉപയോഗിച്ചതിന് കണ്ടിരിക്കുന്നത്. അപ്പം അത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാഴ്ചയിൽ ഇപ്പം സാഫ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരാഴ്ചയിൽ പിറ്റത്തെ ആഴ്ചയിൽ ഞാൻ ഇൻഡോഫിൽ ഉപയോഗിക്കും, മാറി മാറി ഉപയോഗിക്കും. അത് കൂടുതൽ എഫക്റ്റീവായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. അടുപ്പിച്ചടുപ്പിച്ച് ഒരേ എണ്ണം തന്നെ ഉപയോഗിക്കാറില്ല. പിന്നെ അതുപോലെ തന്നെ സാഫാണേലും ഇൻഡോഫിലാണേലും 2 ഗ്രാം, അതായത് ഒരു 1/4 ടീസ്പൂണൊന്ന് കൂട്ടിക്കോ, 1/4 ടീസ്പൂണോളം സാഫ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യും. അത് ഇലകളിലും വേരിലും തെളിച്ചു കൊടുക്കും. ഫെനലോപ്സിസ് ആണ് ഇലകളിലും വേരിലും സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഫെനലോപ്സ് പ്ലാന്റിനെ പറ്റി കുറേയൊക്കെ അറിഞ്ഞല്ലോ. ഇനിയിപ്പം ഞാനതെല്ലാം ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. പിന്നെ അത് ഫെനലോപ്സിസിന് നല്ല ഹ്യൂമിഡിറ്റി വേണ്ടിയ ചെടിയാണെന്നുള്ള ഇപ്പം മനസ്സിലായല്ലോ. അതുകൊണ്ട് തണുപ്പുള്ള സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, കുത്തി നിറച്ച് അതിൻ്റെ വേരുകളെ ശ്വാസം മുട്ടിക്കുന്നത് പോലെ പോട്ട് ചെയ്യരുത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എയർ പോക്കറ്റ് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നെ ഒരു ഇത് കണ്ടല്ലോ, ക്രൗൺ റൂട്ട് ഉണ്ടാകുന്നതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ, വെള്ളം അതിൻ്റെ ആ ഇലയുടെ കൂമ്പിൽ വീണ് കിടന്നിട്ട് ഫംഗലും ബാക്ടീരിയ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനൊക്കെ വരും. അപ്പം അത് പിന്നെ ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സൺബേൺ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ മാസത്തിലൊരു പ്രാവശ്യം നമ്മൾ ഈ ചെടിയുടെ ചട്ടി, ഇല നനയാനല്ല, ചട്ടിയും പോട്ടിംഗ് മിക്സ് ഇതടക്കം പിന്നെ ഇലയുടെ സ്റ്റാർട്ടിങ് വരെയും വെള്ളത്തിൽ മുക്കി പൊക്കി എടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ പൈപ്പ് വെച്ച് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ, ചെടിയുടെ മുകളിലല്ല ചട്ടിയുടെ മുകളിൽ കൂടെ നല്ലതായിട്ട് വെള്ളം ഒഴിച്ച് അത് പിന്നെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ പ്രത്യേകം നല്ലതാണ് കേട്ടോ.
പിന്നെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്ക് ബാക്ടീരിയ അതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വാഷ് ഔട്ടായി പോകാനായിട്ട് ഇത് പ്രത്യേകം സഹായിക്കും. പിന്നെ ഓർക്കിഡിന് പ്രത്യേകിച്ച് ഫെനലോപ്സിസിന് വളം കൊടുക്കുമ്പോൾ പിന്നെ ഡോസ് കൂടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മളൊരു വളം മേടിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ കുറിപ്പയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇത്ര ഡോസെന്ന്. അപ്പം നമ്മൾ കഴിവതും അതിനേക്കാളും കുറച്ചേ കൊടുക്കാവുള്ളൂ. കുറച്ച് കൊടുത്തിട്ട് പിന്നെ സാവകാശം കൂട്ടി ഇതിൽ എത്തിക്കാം. കൂടുതലായി കഴിഞ്ഞാൽ ഈ ഫെനലോപ്സിസ് എന്ന് പറയുന്ന ചെടി ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അത് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും. അത് ശ്രദ്ധിക്കുക. പിന്നെ ലോ ലൈറ്റാണ് ചെടിക്ക് ഏറ്റവും അത്യാവശ്യം. പിന്നെ സൂര്യപ്രകാശം വേണം. ഡയറക്റ്റ് സൺലൈറ്റ് ഒട്ടും പാടില്ല. പിന്നെ ഒരു കാര്യം, നമുക്ക് ഈ മൺസൂൺ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിനും നിറച്ച് പൂക്കാൻ വേണ്ടിയിട്ട് എന്നാ ചെയ്യണത്, മൺസൂൺ തുടങ്ങുന്നതിന് 1-2 മാസം മുമ്പ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്താൽ നല്ല കരുത്തും വലിപ്പമുള്ള പൂക്കളുണ്ടാകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഇവിടെ ഇല്ലായിരുന്ന കാരണം ഞാനതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അത് കാരണം ആ സാഹചര്യം കിട്ടിയില്ല. അതുകൊണ്ട് എൻ്റെ പൂക്കൾ എല്ലാം ഇപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ പൂക്കൾ. പിന്നെ വളവും വെള്ളവും ഒക്കെ കൊടുക്കുന്നത് എല്ലാം എന്താണേലും ഫംഗിസൈഡ് ആണെങ്കിലും എല്ലാം കൊടുക്കുന്നത് രാവിലെ മുതൽ 10 മണി വരെയുള്ള സമയത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പോൾ സൂര്യപ്രകാശത്തിൽ കുറേയൊക്കെ ഇത് വേപ്പറൈസ് ആയി പോകും. അപ്പം കൂമ്പിലും അവിടെ ഇവിടെയൊന്നും കെട്ടിക്കിടന്ന് ചീഞ്ഞു പോകുകയില്ല. അത് ഒഴിവാക്കാൻ ഏറ്റവും നല്ല കാര്യമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളൊക്കെ മാറിയെന്ന് കരുതുന്നു. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.